കഴുത്തിന്റെ ഈ ഭാഗത്തുണ്ടാകുന്ന വേദന, തൊണ്ടയിൽ കരകരപ്പ്, ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ വേദന, അതിന്റെ കൂടെ പനിയും, പിന്നെ തൊണ്ടയുടെ അകത്ത് ഇങ്ങനെയുള്ള പാറ്റേൺസ് കാണുമ്പോൾ എല്ലാവരും പാനിക് ആവും. ഇതാണ് ടോൺസിലൈറ്റിസ്. കുട്ടികളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ആക്ച്വലി ടോൺസിലൈറ്റിസ് വൈറസ് കാരണമോ ബാക്ടീരിയ കാരണമോ ആണ് വരാറുള്ളത്. ഇതിൽ വൈറസ് കാരണമാണെങ്കിൽ സാധാരണഗതിയിൽ ഒരാഴ്ചയിൽ തന്നെ പ്രശ്നങ്ങൾ മാറും. പക്ഷെ ബാക്ടീരിയൽ അങ്ങനെയല്ല. ബാക്ടീരിയൽ ആണെങ്കിൽ അത് ചികിത്സിച്ചില്ലെങ്കിൽ തൊണ്ടയുടെ അകത്ത് പഴുപ്പ് വരാനോ അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന റൊമാറ്റിക് ഫീവർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനോ സാധ്യതയുണ്ട്. വൈറൽ ആണോ ബാക്ടീരിയൽ ആണോ എന്നറിയാൻ നിങ്ങൾക്ക് 4 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, വൈറൽ ടോൺസിലൈറ്റിസ് പനി ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ രീതിയിലേ പനി ഉണ്ടാവുള്ളൂ. പക്ഷെ ബാക്ടീരിയൽ ആണെങ്കിൽ പനി നല്ലതായിട്ടുണ്ടാവും. ഹൈ ഗ്രേഡ് ഫീവർ ആണ് ഇതിലുണ്ടാവുക. 2, തൊണ്ടയിൽ ടോൺസിൽസിന്റെ അകത്ത് ഇങ്ങനെയുള്ള പാറ്റേൺസ് കാണുന്നത് ബാക്ടീരിയലാണ്. വൈറൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പീക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. 3, ടോൺസിലൈറ്റിസിനൊപ്പം ചുമയുണ്ടെങ്കിൽ അത് വൈറൽ കോസസിലും ചുമയില്ലെങ്കിൽ അത് ബാക്ടീരിയലാണ്. 4, കഴുത്തിന്റെ ഈ ഭാഗങ്ങൾ ചെറുതായി തൊടുമ്പോഴേക്ക് തന്നെ വേദന ഉണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ കോസസിലാണ് കാണാറുള്ളത്.